പോക്കറ്റ് മണി കൊടുക്കുന്നത് നല്ലതാണ്. ചിലർ കൊടുക്കത്തില്ല. കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അവർ മോഷണ സ്വഭാവത്തിന് നീങ്ങാനൊരു സാധ്യതയുണ്ട്. ചെറിയ പ്രായമല്ലേ, മറ്റുള്ളവരോടൊപ്പം എന്തെങ്കിലുമൊക്കെ വേണമെന്നുള്ള താല്പര്യം അവർക്ക് ഉണ്ടാവും. നിങ്ങളുടെ വരുമാനത്തിന് ഏറ്റവും നിലയിലുള്ള ഒരു പോക്കറ്റ് മണി അവർക്ക് കൊടുക്കണം. അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ അവരുടെ മേൽ നമുക്കൊരു കണ്ണുണ്ടായിരിക്കണം. മക്കളെ നമ്മൾ വിശ്വസിക്കണം, ഒപ്പം അവരുടെ മേൽ നമുക്കൊരു കണ്ണുണ്ടായിരിക്കണം. കൊടുത്ത പോക്കറ്റ് മണി എങ്ങനെ ചെലവഴിച്ചു എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കണം. സ്നേഹിതരോ മറ്റാരെങ്കിലുമോ അവർക്ക് എന്തെങ്കിലും ഒരു സാധനം കൊടുത്താൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ വാങ്ങിക്കൊടുക്കാത്തൊരു സാധനം വീട്ടിൽ കൊണ്ടുവന്നാൽ ഇത് എവിടെ നിന്നാണെന്ന് അവരോട് ചോദിക്കണം. എവിടുന്ന് പണം കഴിച്ചെന്ന് ചോദിക്കണം. ആര് തന്നു എന്ന് ചോദിക്കണം. നമ്മൾ വാങ്ങിക്കൊടുത്താൽ ഏതെങ്കിലും സാധനം അവരുടെ ബാഗിലുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കണം. അവരുടെ റൂമുകൾ നാം അവരറിയാതെ തന്നെ നമുക്കൊരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഇങ്ങനെ നാം ചെയ്തില്ല എന്ന് വരികിൽ പല കാര്യങ്ങളിലും അവരെ നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം. നമ്മളവരെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതല്ല, നമ്മുടെ മക്കൾ മോശമായതുകൊണ്ട് അവരെ നാം ശ്രദ്ധിക്കുന്നുള്ളതല്ല. നമ്മുടെ മക്കൾ നിഷ്കളങ്കരാണെന്ന് വരികിലും അവരെ തെറ്റിക്കുന്നതായ സാഹചര്യങ്ങളും വ്യക്തികളും ഈ ലോകത്തിലുണ്ടെന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജാഗ്രതയായിരിക്കണം എന്ന് ചുരുക്കം. അതുപോലെ പക്വത വരുന്നവരെ നമ്മൾ നെറ്റ് സൗകര്യമുള്ള മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കരുത്. ഇൻ്റർനെറ്റ് വലിയ ദോഷകരമായ വിഷയമുള്ളതാണ്. അതിന് ഉപയോഗിക്കാൻ പക്വത വേണം. ഞാൻ അടുത്ത സമയത്ത് കണ്ടു, ഒരു ചെറിയൊരു പയ്യൻ്റെ കയ്യിൽ 39,000 രൂപയുടെ സ്മാർട്ട് ഫോണാണ് കൊടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് എന്തൊക്കെ അവൻ ചെയ്യും, അവൻ എങ്ങനെയായി തീരുമെന്ന് ആർക്കറിയാം. അങ്ങനെയൊക്കെ ആഗ്രഹിച്ചതെല്ലാം വാങ്ങിക്കൊടുത്ത വിദേശത്ത് അപ്പനും അമ്മയും ആയിരിക്കുന്നു. മക്കളുടെ സ്മാർട്ട് ഫോണും അത് കൊടുത്തു, അവർക്ക് ലാപ്ടോപ്പ് വേണം അത് കൊടുത്തു, അവർക്ക് ക്യാമറ വേണം അത് കൊടുത്തു, എല്ലാം കൊടുത്ത് ലാസ്റ്റ് അവരുടെ ജീവിതം മെസ്സപ്പായതിനു ശേഷം കൗൺസിലിംഗ് കൊണ്ടിരുന്നതായ ആളുകളുണ്ട്. പക്വത വരുന്നതിന് മുൻപ് അവർക്ക് ഉപയോഗിച്ചാൽ ദോഷമുള്ളവ അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ നശിപ്പിക്കുകയാണ്, നന്നാക്കുകയല്ല. അവർക്ക് നാം ഫോൺ കൊടുക്കേണ്ടത് അനിവാര്യമാണെങ്കിൽ ഫോൺ കൈവശം വെക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ട്. കൊടുത്താൽ അവരുടെ ഏതെല്ലാം നമ്പറുകളിലേക്ക് വിളിക്കുന്നുവെന്നും ഏതൊക്കെ നമ്പറുകൾ നമുക്ക് ഫോൺ വരുന്നു എന്നും നമ്മൾ പരിശോധിച്ചറിയണം. അവർക്കൊരു SMS നമ്മൾ പരിശോധിക്കണം. ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്വകാര്യ മുറിയിൽ ഒരിക്കലും കമ്പ്യൂട്ടർ വെക്കരുത്. കമ്പ്യൂട്ടറുണ്ട്, അത് സ്വന്തം മുറി വെച്ചിരിക്കുന്നു, അത് കുറ്റിയിട്ടിട്ട് കിടന്ന് ഉപയോഗിക്കാൻ അനുവദിക്കരുത്. കമ്പ്യൂട്ടർ പൊതുസ്ഥലത്തെ വെക്കാവൂ. അവർ കമ്പ്യൂട്ടർ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിച്ചറിയണം. ഏതെല്ലാം സൈറ്റുകളിൽ പോകുന്നു, നമുക്ക് ഇത് പരിശോധിക്കാൻ അറിഞ്ഞുകൂടായെങ്കിൽ അറിവുള്ള ഒരാളെ കൊണ്ടുവന്ന് അവരില്ലാത്തപ്പോൾ നമ്മൾ പരിശോധിക്കണം. കാരണം അവർ നാം അറിയാതെ വഴിതെറ്റി പോകാതിരിക്കാനുള്ള ആ മുൻകരുതലുകൾ, ദോഷത്തിൽ അകപ്പെടാതിരിക്കാനുള്ളതായ കണ്ണ് നമുക്ക് അവർ മേലുണ്ടായിരിക്കണം. ഒരു ബിരുദ വിദ്യാർത്ഥിനി അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്തു. ഓൺലൈനിൽ മോശമായ ചാറ്റിംഗ് നടത്തി. അത് ഒടുവിൽ പരസ്യമായപ്പോൾ അപമാനം സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അന്വേഷണം ചെന്നവർ അവളുടെ മുറി പരിശോധിച്ചപ്പോൾ 4 ഇമെയിൽ ഐ ഡി ഉണ്ടായിരുന്നു, 6 മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ഇതെല്ലാം വെച്ച് അവിടെ ഇവിടെയും വിളിച്ച് മോശമായി പോയി. ഈ കാലങ്ങളാണെങ്കിൽ ഫോണിൽ ശബ്ദം മാറ്റി വിളിക്കാനുള്ളതായ സൗകര്യങ്ങളുണ്ട്. മാജിക് വോയിസ് എന്ന് പറയും. ചിത്രങ്ങൾ നെറ്റിലായാലും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് കണ്ടാൽ കുരങ്ങനെ പോലെ ഇരിക്കുന്നവൻ്റെ ഫോട്ടോ വരുന്നത് ആ മമ്മൂട്ടിയെ പോലെ മോഹൻലാലിനെ പോലെയാണ്. ഈ കാണുന്നത് പെൺകുട്ടി വിചാരിക്കും ഞാൻ ചാറ്റ് ചെയ്യുന്നതായ യൗവനക്കാരൻ്റെ രൂപം ഇങ്ങനെയായിരിക്കുമെന്ന്. അവസാനം ചീറ്റിംഗ് ആയിട്ട് മാറുമ്പോഴാണ് കാര്യങ്ങളെല്ലാം താറുമാറാകുന്നത്. സൂക്ഷിക്കുക. അവർ ഉപയോഗിക്കുന്നതായ കമ്പ്യൂട്ടർ പൊതുസ്ഥലത്ത് വെക്കണം. അവർ സന്ദർശിക്കുന്ന സൈറ്റുകൾ പരിശോധിക്കണം. അവർ വീണുപോകാതെയും വഞ്ചിക്കപ്പെടാതിരിക്കാനുള്ളതായ ശ്രദ്ധ നമുക്ക് വേണം. പല രീതിയിൽ അവരെ വഞ്ചിച്ച് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണ് നാട് വിടുന്നതും വീട് വിട്ട് ഓടുന്നതും. കേരളത്തിലെ 2 വർഷത്തിനിടെ കാണാതായ കുട്ടികളുടെ എണ്ണം 2316. ഇതെല്ലാം മൊബൈൽ ഫോൺ ഉപയോഗവും നെറ്റ് ഉപയോഗവും ഫേസ്ബുക്ക് ഉപയോഗവും ഒക്കെയാണ് ഇതിൻ്റെ പിന്നിലെ പ്രധാന കാരണം. ഈ കാണാതെ പോയതിൽ ഭൂരിപക്ഷം വരെയും കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് വരികിലും 434 പേരെ എവിടാന്ന് ഇതുവരെ എത്തുമ്പോഴേയും കിട്ടിയിട്ടില്ല. അവർക്ക് എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇങ്ങനെ സംഭവിക്കാതിരിക്കുന്ന കരുതൽ നമുക്ക് വേണം. കുട്ടികൾക്ക് പിതാവിൻ്റെയും മാതാവിൻ്റെയും കരുതലും സ്നേഹവും സംസർഗവും വളരെ അനിവാര്യമാണ്. ഇങ്ങനെയുള്ളതായ ആപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ കുടുംബത്തിൽ നിന്ന് സ്നേഹം ലഭിക്കാത്തവർ പിൽക്കാലത്ത് പ്രണയബന്ധങ്ങൾ കുടുങ്ങാറുണ്ട്.
വിവാഹത്തിന് ശേഷവും ജീവിത പങ്കാളിയുടെ ദൃഢമായ ബന്ധം പുലർത്തുവാനായിട്ട് ഇങ്ങനെയുള്ളവർക്ക് സാധിക്കാതെ വരും. അതുകൊണ്ട് നമ്മൾ അവരുടെ മേൽ ഒരു കണ്ണ് വെച്ച് വളർത്തിയെടുക്കണം. നമ്മൾ വളർത്തിയെടുത്താൽ പോലും നമ്മുടെ കണ്ണ് വെട്ടിച്ച് അവരെ വഴിതെറ്റിക്കുവാൻ നിർബന്ധിക്കുന്ന സാഹചര്യമാണ് ഇന്ന് ലോകത്തിലുള്ളത്. വഴിതെറ്റിച്ചുകൊണ്ട് പോകുന്ന വ്യക്തികളാണ് അവരുടെ സ്നേഹിതർ. അവരെ സ്നേഹിക്കുവാൻ, അംഗീകരിക്കുവാനും കരുതുവാനും ആളില്ലെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ മാതാപിതാക്കളെ മനഃപൂർവ്വം വഞ്ചിക്കുവാനായിട്ട് മടി തോന്നുകയില്ല. മുമ്പേ പറഞ്ഞ വാദം വീണ്ടും പറയുന്നു, ഈ ലോകത്തിൽ എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ആ പുരുഷനോ ഈ സ്ത്രീയോ അല്ല, എൻ്റെ അപ്പനും അമ്മയുമാണ്. അവരെ ഞാൻ വഞ്ചിച്ചുകൂടാ, വേദനപ്പെടുത്തിക്കൂടാ എന്നുള്ള ഒരു ചിന്ത കുട്ടിയുടെ ഹൃദയത്തിൽ ഉരുവാക്കിയെടുക്കണം. ഒരു ചെടി ഒരിടത്ത് വെക്കുകയാണെന്നിരിക്കട്ടെ, ഒരു തണലത്ത് വെക്കുക, മുറിക്കകത്ത് വെക്കുക. ആ ചെടി അങ്ങോട്ട് വളരുമെന്നറിയാമോ? എവിടെങ്കിലും ഒരു ദ്വാരത്തിലുള്ള സൂര്യപ്രകാശം വരുന്നുണ്ടെങ്കിൽ അവിടേക്ക് പോകും. സൂര്യപ്രകാശം ഒരു ചെടിയെ വളർച്ചയ്ക്ക് അവശ്യ ഘടകമാണ്. ഇതുപോലെ ഒരു കുട്ടിയെ നമ്മൾ വളർത്തുമ്പോൾ ആ കുട്ടിക്ക് സ്നേഹവും കരുതലും ശ്രദ്ധയുമാകുന്ന ആ സൂര്യപ്രകാശം നമ്മളിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടുന്നുവോ അവിടത്തേക്ക് അവർ വേഗത്തിൽ വളഞ്ഞ് ചാഞ്ഞ് വളരുന്നതിന് ഇടയായിത്തീരും. ചിലപ്പോൾ അവർ തേടിപ്പോകുന്ന സ്നേഹം യഥാർത്ഥമായിരിക്കുകയില്ല, യഥാർത്ഥമാണെന്ന് കരുതിയായിരിക്കും പോകുന്നത്. പിന്നീട് ആ അടുപ്പം അവരുടെ ജീവിതത്തിന് ദോഷകരമായിട്ട് തീരുകയാണ്. ഇന്ത്യയിൽ മാനഭംഗം ചെയ്യപ്പെടുന്ന കുട്ടികളിൽ പെൺകുട്ടികളിൽ 80% 18 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ്. അപ്പോൾ നമ്മൾ ബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും സൂക്ഷിക്കേണ്ട ആവശ്യകതയാണ് അത് പറയുന്നത്. സ്വന്തക്കാർ വീടുകളിൽ പോലും പെൺമക്കളെ നിങ്ങളുടെ കൂടെ അല്ലാതെ താമസിക്കുവാൻ അനുവദിക്കരുത്. കൂടുതൽ പീഡനവും ഉണ്ടാകുന്നത് സ്വന്തം ബന്ധുക്കളിൽ നിന്നാണെന്നാണ് ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പരിചിതരിൽ നിന്നാണ് കൂടുതൽ. അവർക്കാണ് വഞ്ചിക്കുക. അപരിചിതരെന്ന് കുറച്ച് അമഹത് മാറി നിൽക്കും. സ്വന്തക്കാർ ബന്ധുക്കൾ ഇത് അത്ര വലിയ അവിശ്വസിക്കത്തില്ല. അതുകൊണ്ട് അവരാണ് വഞ്ചന അധികം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആൺകുട്ടികളെ പോലും അന്യ വീടുകളിൽ അങ്ങനെ നിങ്ങൾ തനിയെ താമസിക്കുവാൻ അനുവദിക്കേണ്ടതായ കാര്യമില്ല. അങ്ങനെ അനുവദിച്ചാൽ നിങ്ങളും കൂടെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ വിധമായ ദോഷമില്ലെങ്കിലും മറ്റു പല ദോഷശീലങ്ങൾക്കും അവർ ഇടയായിത്തീരും. നന്മയും തിന്മയും അവരെ പഠിപ്പിച്ച് വളർത്തണം. ഈ അടുത്ത കാലങ്ങളിൽ അന്യ മതസ്ഥരെ വിവാഹം കഴിക്കുന്ന രീതി വളരെ വർദ്ധിച്ചു വരിക. അതിനൊരു മടിയുമില്ല. വിശിഷ്യ വിദേശ രാജ്യങ്ങളിൽ ജോലിക്കോ പഠനത്തിനോ പോകുന്നതായ സമയത്ത്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ അടിത്തറ അവരുള്ളതെന്ന് ഉളവാക്കണം. ഇഷ്ടമുള്ള ആരെ വിവാഹം കഴിച്ചാലും വേണ്ടില്ല, എങ്ങനെ ജീവിച്ചാലും വേണ്ടില്ല എന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടാകരുത്. ക്രിസ്തുവും കൃഷ്ണനും അള്ളാഹുവും ഒന്നല്ലെന്നുള്ളത് അവരെ പഠിപ്പിക്കണം. അന്യമതസ്ഥരെ വിവാഹം കഴിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലെന്ന് നമ്മൾ അവളോട് തുറന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. മന്ത്രച്ചരട് കെട്ടുന്നതും ഒക്കെ തെറ്റാണെന്ന് ഉപദേശിച്ച് വളർത്തിയില്ലെങ്കിൽ അവർ തെറ്റിക്കഴിഞ്ഞ് അപകടത്തിൽ ചെന്നു കഴിഞ്ഞേ അറിയുകയുള്ളൂ. നേരത്തെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. കുടുംബത്തിൽ സമാധാനവും നല്ല അന്തരീക്ഷവും സ്നേഹവും ലഭിക്കാത്ത കുട്ടികൾ കുറ്റവാളികളായിട്ട് മാറും. പിള്ള മനസ്സിൽ കള്ളമില്ല. ഇതൊരു പഴഞ്ചൊല്ല പഴയത്. ഈ പഴഞ്ചൊല്ലിൽ പതിരില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പഴഞ്ചൊല്ലിൽ പതിരുണ്ടെന്ന് പറയേണ്ട സാഹചര്യങ്ങളിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ പരാതി പഴഞ്ചൊല്ലിലും പതിരുണ്ട്, പിള്ള മനസ്സിലും കള്ളമാണ് എന്നതാണ്. മോഷണം, കവർച്ച, സൈബർ കുറ്റം, ആക്രമണം, ലൈംഗിക ആക്രമണം, കൊലപാതകം വരെ ഇന്ന് ചെറിയ കുട്ടികൾ ചെയ്യുന്ന വാർത്തകളാണ് പത്രത്തിൽ നിരന്തരമായിട്ട് വായിക്കുന്നത്. പ്രായപൂർത്തിയാകാത്തവർ ഇംഗിതമായ കുറ്റങ്ങൾ ഏർപ്പെടുന്നു. അതിന് എണ്ണം വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ നാട്ടിൽ ആൺകുട്ടികൾ മദ്യപാനം തുടങ്ങുന്നതായ പ്രായം 13 വയസ്സാണ്. അത്ര വ്യാപകമായി കഴിഞ്ഞു ഈ ദുശീലം. മദ്യപാനം മാത്രമല്ല, മയക്കുമരുന്നിന്റെ ഉപയോഗവും മയക്കുമരുന്നിന്റെ വിൽപ്പനയിലും ചെറിയ പ്രായത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്കിതിലൊരു ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ, മക്കളുടെ മേൽ നമുക്കൊരു കണ്ണ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് അവരെ വിടുവിച്ചെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. അവരെ നാം നിരന്തരം ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കാര്യത്തിന് അടിമകളായിട്ടുണ്ടോ എന്ന്. ഒരു പിതാവ് ചോദിച്ചിരിക്കുന്നു, പഠിക്കാൻ ശരാശരി നിലവാരം പുലർത്തിയിരുന്ന 10ാം ക്ലാസ്സുകാരൻ ക്രമേണ എല്ലാറ്റിനും ഉത്സാഹം നശിച്ചു. എപ്പോഴും ക്ഷീണവും മുഖപ്രസാദവും ചുറുചുറുക്കുമില്ല, മുഖം കരിവാളിച്ചിരിക്കുന്നു, ശരീരഭാരം കുറയുന്നു, ഭക്ഷണം വിരക്തിയായിരിക്കുന്നു, എന്തിനും ദേഷ്യമാണ്, തനിച്ചിരിക്കാനാണ് താല്പര്യം. എന്ത് ചെയ്യണം, എന്താണ് കാരണമെന്ന് അറിയുന്നില്ലെന്ന്.
10ാം തരം എന്ന് പറയുന്ന കൗമാരപ്രായമാണ്. പരീക്ഷണങ്ങളുടെയും സ്വന്തം വ്യക്തിത്വം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതിൻ്റെ കാലമാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നോക്കുവാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണിത്. അതിനാൽ കുട്ടികളെ ഇത്തരം ലക്ഷണം കണ്ടാൽ കുട്ടികളെ 2 ആഴ്ചത്തെ കാലത്തേക്ക് നിരീക്ഷണ വിധേയമാക്കണം. അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരുമായി കൂട്ടുകൂടുന്നു, സംസാരിക്കുന്നു, എപ്പോൾ വീട്ടിൽ തിരിച്ചു വരുന്നു, വീടിനകത്തുള്ള സമയം എങ്ങനെ ചെലവഴിക്കുന്നു, ഇങ്ങനെയുള്ളതായ നിരീക്ഷണത്തിൽ നിന്ന് ഇവരുടെ അസാധാരണ പെരുമാറ്റത്തിൻ്റെ സ്വഭാവത്തിന് കാരണം എന്താണെന്ന് എന്തെങ്കിലും സൂചന കിട്ടും. അങ്ങനെ നമുക്ക് അവരെ രക്ഷിച്ചെടുക്കാനായിട്ട് കഴിയുള്ളൂ. ഗൗരവമായ മറ്റൊരു കാര്യമാണ് മദ്യപാനം മുതലായ ദുശ്ശീലങ്ങൾ കൂടാതെ കുറ്റകൃത്യങ്ങളിൽ പെൺകുട്ടികൾ ഇടപെടുന്ന അതിൽ വർദ്ധിച്ചു വരുന്നൊരു കാലമായിരിക്കുക. എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കുക. മോഷണവും തട്ടിപ്പും മാത്രമല്ല, നിഷ്ഠൂരമായ കൊലപാതകം നടത്തുന്നതിൽ വരെ സ്ത്രീകൾ ഏർപ്പെടുന്നൊരു കാലത്തിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഇന്നത്തെയോ ഇന്നലത്തെയോ പത്രം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മാവോയിസ്റ്റുകളിൽ പോലീസ് തേടുന്ന ആയുധധാരികളായ 57 കൊടും ഭീകരരിൽ 27 പേര് സ്ത്രീകളാണ്. 27 സ്ത്രീകളുടെയും പണം പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ആയുധധാരികളായ മാവോയിസ്റ്റ് സംഘടനയിൽ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ ഫോട്ടോയാണ്. ഇതെങ്ങനെ വന്നു? ചെറുപ്രായത്തിലെ പെൺകുട്ടികളിൽ കുറ്റവാസന വർദ്ധിച്ചു വരികയാണ്. മുമ്പേ പറഞ്ഞതുപോലെ നിഷ്ഠൂരമായി ചെയ്യുവാൻ സ്ത്രീകൾക്ക് തോന്നുന്ന ഒരു കാലത്തിൽ വന്നു. നാം വളരെ ചെറുപ്രായത്തിലെ ആൺകുട്ടികളെ മാത്രമല്ല പെൺകുട്ടികൾക്കും സ്നേഹവും കരുതലും ശ്രദ്ധയും കൊടുത്ത് അവരുടെ നീക്കങ്ങളെ പരിശോധിച്ച് ആകാത്ത വഴികളിൽ പോകാതെ തടുത്ത് വളർത്തിയെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരാതിരിക്കുകയുള്ളൂ. കുറ്റവാസന കുറയ്ക്കുന്നതിൽ കുടുംബാന്തരീക്ഷവും മാതാപിതാക്കളുടെ സ്വഭാവവും അവിടെ വളർന്നു വരുന്ന രീതിയുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുകയാണ്. നല്ല കുടുംബം നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നു. 12 വയസ്സ് മുതലാണ് സാമൂഹികവും ബൗദ്ധികവുമായ വികാസം മക്കൾക്കുണ്ടാകുന്നത്. വീട്ടിലെ വരുമാനം ഇത് മക്കൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് കടമുണ്ടെങ്കിൽ അതും വീട്ടിൻ്റെ ആവശ്യങ്ങളും അവരറിഞ്ഞു വേണം വളരാനായിട്ട്. എങ്കിൽ മാത്രമേ അവർ ഉത്തരവാദിത്വമുള്ളവരായിട്ട് മാറുകയുള്ളൂ. വീട്ടിൽ ഞെരുക്കവും ബുദ്ധിമുട്ടും ഉള്ളത് മക്കളെ അറിയിക്കാതെ അവർക്ക് വേണ്ടി ലാവിഷായിട്ട് ചെലവഴിച്ചവരെ പഠിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുക. മാതാപിതാക്കന്മാർ കടം മേടിക്കുന്ന മക്കൾ അറിയുന്ന പോലുമില്ല. അവർക്ക് ഒരു ഉത്തരവാദിത്വമല്ലേ, പണം എവിടുന്ന് വരുന്നു, ഇതെങ്ങനെ ചെലവഴിക്കുന്നു, ഇത് നികത്തൊന്നും കൊടുക്കേണ്ടതാണെന്ന് അറിവില്ലാതെ വരുന്നതിനാൽ അവരുടെ ജീവിതം പാഴായി പോവുകയാണ്. ഗൾഫുകാർക്കിടയിൽ ആത്മഹത്യ വർദ്ധിച്ചു വരുന്നു. 2005 ദുബൈയിലും മറ്റുമായി 84 പേരാണ് ആത്മഹത്യ ചെയ്തത്. കാരണം കഷ്ടപ്പെട്ട് സമ്പാദിച്ചും ചെലവ് ചുരുക്കിയും അയക്കുന്നതായ പണം വീട്ടുകാർക്ക് തികയാതെ വരുമ്പോൾ അവർ ലോൺ എടുക്കും. ലോൺ അടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ പിന്നെ അടുത്തത് മരണമാണ് ശരണം. കാരണം അവർ കഷ്ടപ്പെടുന്നതും അറിയാൻ ആളില്ല, തങ്ങൾ സമ്പാദിക്കുന്നതായ പണം ചെലവഴിക്കാൻ ആളുണ്ട്. പക്ഷേ ഇവരെ കേവലം പണം സമ്പാദിച്ചു തരുന്ന ഒരു യന്ത്രമായിട്ട് മാത്രമാണ് വീട്ടുകാർ കാണുന്നത്. നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നമ്മുടെ വീട്ടിലെ വരുമാനം, ചെലവ്, കടവുണ്ടെങ്കിൽ അത്, ഞെരുക്കുണ്ടെങ്കിൽ ഞെരുക്കം അവരെ അറിയിച്ചു വേണം വളർത്തുവാൻ. ഇല്ലായ്മയും അവരറിഞ്ഞ് വളരണം. അങ്ങനെ വളർത്തേണ്ടത് ആവശ്യമാണ്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സമൃദ്ധി കാണും, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ആവശ്യത്തോളം ഉണ്ടാക്കിയിട്ടുണ്ട്, മക്കൾക്ക് കൊടുക്കാം. സമൃദ്ധി ഉണ്ടെങ്കിലും സമൃദ്ധിയിലല്ല വളർത്തേണ്ടത്. അവരെ ഒരു മീഡിയത്തിലാണ് വളർത്തേണ്ടത്. സമൃദ്ധിയിൽ വളർത്തിയാൽ ആ നിലയിൽ വന്ന ഭാവിയിൽ നഷ്ടപ്പെട്ടു പോകാനാണ് സാധ്യത. നിങ്ങൾക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും ശരി, അവർക്ക് മിതമായി കൊടുക്കാവൂ. അവർ പ്രായമായി അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് വേണ്ടുവോളം ചെലവഴിക്കട്ടെ. അല്ലാതെ എൻ്റെ മക്കൾക്ക് ഞാൻ വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കും, ആവശ്യത്തിന് സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വാരിക്കോരി കൊടുത്താൽ നമ്മൾ അവരെ നന്നാക്കുകയല്ല, അവരെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വളർത്തിയാൽ പണത്തിൻ്റെ മൂല്യമറിയാതെ വളരും. അവരൊന്നിനും വില കൽപ്പിക്കാത്തവരായി മാറും. മുൻപോട്ട് വരുമ്പോൾ അവർ വരവിൽ കവിഞ്ഞ ചെലവുള്ളവരായി തീരും. ഒടുവിൽ വരവിൽ കവിഞ്ഞ ചെലവ് വേണ്ടി വരുമ്പോൾ വരുമാനത്തിന് വേണ്ടി ഏത് മാർഗവും തേടുന്നവരായി തീരും. പണത്തിൻ്റെ ആവശ്യകതയും ആഡംബരത്വം വർദ്ധിക്കുമ്പോൾ ഏത് മാർഗത്തിലും പണം നേടണം, എങ്ങനെയും പണം ഉണ്ടാക്കണം, കുൽസിത മാർഗമായാലും വേണ്ടില്ല എന്ന നിലയിൽ എത്തിച്ചേരും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ അവരെ ഞെരുക്കവും ബുദ്ധിമുട്ടും അറിഞ്ഞ് വളരുമാറാക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർ തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും മോഷണവും ചെയ്യുന്നവരും കവർച്ചയിൽ ഏർപ്പെടുന്നവരാകുവാൻ നിർബന്ധിതരായി തീരും. നിങ്ങളുടെ വരുമാനം കുറവാണെങ്കിൽ കൊക്കിൽ ഒതുങ്ങുന്നത് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാവൂ.
അവരൊരു ആവശ്യം പറഞ്ഞാൽ തന്നെ നിങ്ങൾ പറയേണ്ടത്, ഇപ്പോൾ ഇതുകൊണ്ട് തൃപ്തിപ്പെടുക മോനെ മോളെ, ഇനി നമ്മൾ വരുമാനം അത് അനുവദിക്കുന്നില്ല, ഇനി നമുക്ക് വരുമാനം ഉണ്ടാകുമ്പോൾ അത് വേണ്ടതുപോലെ ചെയ്യാം. ഇങ്ങനെ പറഞ്ഞ് നമ്മളവരെ വളർത്തി എടുക്കുമ്പോഴാണ് അവർ അതിലൊരു പക്വതയുള്ളവരായിട്ട് തീരുന്നത്. ഇങ്ങനെ വിദ്യാഭ്യാസം മാത്രം നൽകുന്നതായ ആത്മീയ പ്രവണത തെറ്റാണ്. എങ്ങനെയെങ്കിലും പഠിപ്പിച്ചെടുക്കണം എന്നുള്ള ചിന്ത മാത്രമായിരിക്കരുത്. ശ്രീബുദ്ധനെ പറഞ്ഞിട്ടുണ്ട്, മക്കളോടുള്ള മാതാപിതാക്കളുടെ കടമ ഒന്ന് സ്വത്ത് തക്ക സമയത്ത് വീഴ്ച കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിനു മുൻപ് ഏതെങ്കിലും തൊഴിൽ അഭ്യസിപ്പിക്കണം എന്നാണ് ശ്രീബുദ്ധൻ പറഞ്ഞിരിക്കുന്നു. തൊഴിൽ എന്താ തൊഴിൽ? മുമ്പേ പറഞ്ഞല്ലോ, എല്ലാം ഡോക്ടറും എഞ്ചിനീയറും മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, വേറെ തൊഴിലൊന്നും ഒരു തൊഴിലല്ല പോലും. ഇന്നത്തെ സ്മാർട്ട് സിറ്റിയും IT മേഖലയൊക്കെ വരുന്നതിന് മുൻപ് പഴയ തലമുറ മക്കളെ ഏതെങ്കിലും ഒരു തൊഴിൽ പഠിപ്പിക്കുമായിരുന്നു. യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു നിർബന്ധമാണ്, യഹൂദ ബാലൻ ഏതെങ്കിലും തൊഴിൽ പഠിച്ചിരിക്കണം. നിങ്ങൾക്കറിയാമല്ലോ പൗലോസിനെ കുറിച്ച്. പൗലോസ് മിഷണറി യാത്രയിൽ വിശ്വാസികളില്ലാത്ത ഇടങ്ങൾ ചെന്നാൽ താൻ കൂടാരപ്പണി ചെയ്യുമായിരുന്നു. എന്നിട്ട് ചോദിച്ചാൽ, അപരിചിതരായ അടുത്ത് എന്ന് താമസിച്ച് വേല ചെയ്യുമ്പോൾ അവർക്ക് ചെലവിന് വേണ്ടി ഭാരമാകാൻ പാടില്ല, അതുകൊണ്ട് കൂടാരപ്പണി ചെയ്തിരുന്നു. ഏതെങ്കിലും ഒരു ജോലി, ഒരു തൊഴിൽ അവരെ നമ്മൾ അഭ്യസിപ്പിക്കണം. അങ്ങനെ ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ ആൺകുട്ടികളെ ന്യൂസ് പേപ്പർ വിതരണം ചെയ്യാനെങ്കിലും അഭ്യസിപ്പിക്കണം. പെൺകുട്ടികളെ പ്ലാസ്റ്റിക് പുഷ്പം ഉണ്ടാക്കാനെങ്കിലും ഇല്ലെങ്കിൽ അച്ചാറുണ്ടാക്കാനെങ്കിലും നിങ്ങൾ പരിശീലിപ്പിക്കണം. കാരണം ഈ കാണുന്നതായ വലിയ ഉദ്യോഗങ്ങൾ മാത്രമല്ല, വരുമാനത്തിന് എന്ത് ജോലി ചെയ്യാൻ, അതിനാണ് ഡിഗ്നിറ്റി ഓഫ് ദി ജോബ് എന്ന് പറയുന്നത്, ജോലിയുടെ അന്തസ്സ്. അത് ഏത് ജോലി അന്തസ്സുള്ളതാണ് എന്നുള്ള ചിന്ത ഒഴിവാക്കിയെടുത്തെങ്കിൽ മാത്രമേ അവരെ നമുക്ക് ശരിയായ മനുഷ്യരാക്കി തീർക്കാൻ കഴിയുകയുള്ളൂ. സ്വന്തമായിട്ടൊരു വരുമാനം അവർ നേടുമ്പോൾ പരിശ്രമശീലമുള്ളവരും സമ്പദ്ശീലമുള്ളവരുമായിട്ട് മാറും. അവർക്ക് ഒരു ആത്മാഭിമാനം ഉണ്ടാകും. ആവശ്യവും അത്യാവശ്യവും അനാവശ്യവും തരംതിരിച്ച് മക്കളെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഒരാവശ്യമാണ്. മക്കള് അകന്നു പോകുന്നുണ്ടോ, ഒറ്റപ്പെട്ടു പോകുന്നുണ്ടോ, മക്കളുമായി നമ്മുടെ ബന്ധത്തിന് വിള്ളൽ വീഴുന്നുണ്ടോ എന്ന് വളരെ ശ്രദ്ധയോടിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അപശബ്ദം ശ്രദ്ധിച്ചാൽ അപകടം ഒഴിവാക്കാമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളൊരു വാഹനം ഓടിച്ചു പോകുമ്പോൾ പതിവില്ലാത്തൊരു ശബ്ദം കേട്ടാൽ ഉടനെ വാഹനം നിർത്തി അതെന്താണെന്ന് നോക്കുക. ഒരു യന്ത്രമായിരുന്നാൽ അങ്ങനെയാണ്. അപശബ്ദം ശ്രദ്ധിച്ചാൽ വൻ അപകടം ഒഴിവാക്കാം. ഇതുപോലെ തന്നെയാണ് മക്കളുമായി ബന്ധത്തിലും. മക്കളെ നമ്മൾ നേടിയെടുക്കണമെങ്കിൽ നമുക്കൊരു ശ്രദ്ധ വേണം. എന്താണ് അവരിൽ നിന്ന് വരാറുള്ളതായ അപശബ്ദം? ചിലപ്പോൾ അവർ പറയും, എന്നെ ആർക്കും വിശ്വാസമില്ല, എന്നെ ആർക്കും വേണ്ട, എൻ്റെ കാര്യത്തിന് മാത്രം പണമില്ല, എപ്പോഴെന്നെ കുറ്റം പറയാനേ നേരമുള്ളൂ, ഇവിടുത്തെ അപ്പനോടോ അമ്മയോടോ എന്തെങ്കിലും പറയാതിരിക്കുന്നതാണ് ഭേദം, അപ്പൻ ശരിയായിട്ട് അമ്മ ശരിയായിട്ട് എന്നെ ഉപദേശിച്ചാൽ മതി, എന്തിനാ നാട്ടുകാർ കേൾക്ക ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത്, പയ്യെ പറഞ്ഞാൽ പോരെ, ജനിച്ചു എന്നതുകൊണ്ട് അപ്പനും അമ്മയും ആകുമോ? ഇതൊക്കെ കേൾക്കുന്ന അപശബ്ദങ്ങൾ. അപ്പനും അമ്മയും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പോകുക, എനിക്ക് ചത്താ മതിയായിരുന്നു, വിട്ടേക്കൂ, ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കൊള്ളാം. ഇങ്ങനെയുള്ള വാക്കുകൾ മക്കളിൽ നിന്ന് വരുന്നെങ്കിൽ വെറുതെ അവഗണിക്കരുത്, ശ്രദ്ധിക്കണം. ഈ വാക്കുകൾ നമ്മൾ അവഗണിക്കാതെ ഒരു വാഹനത്തിൻ്റെ കാര്യം എന്നതുപോലെ ഈ അപശബ്ദം കേൾക്കുമ്പോൾ റിപ്പയർ പണി ആവശ്യമുണ്ട്. എൻ്റെ മക്കളും ഞാനുമായി ബന്ധത്തിൽ എവിടെയോ തകരാറ് വന്നിട്ടുണ്ട്, ഇത് റിപ്പയർ ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അങ്ങനെ ആ ബന്ധത്തിൽ വന്ന എവിടെയാണ് എൻ്റെ മക്കൾ ഇങ്ങനെ പറയാനിടയായത്, എന്താണ് കാരണമായത്, എവിടെയാണ് വീഴ്ച ഉണ്ടായതെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കണം. അങ്ങനെ പരിഹരിക്കുന്നില്ലെന്ന് വരികിൽ പിന്നീട് നമ്മൾ ഓർത്ത് ദുഃഖിച്ചിട്ട് വേറെ പ്രയോജനമൊന്നുമില്ല, സമയം വളരെ വൈകിപ്പോയിരിക്കും. പിന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനമായ കാര്യം, മക്കൾ നമ്മുടെ കൈവിട്ടു പോകരുത് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ, യേശുവിൻ്റെ അമ്മയ്ക്കും അപ്പനും പോലും സംഭവിച്ചു. മറിയവും ജോസഫും 12 വയസ്സുള്ള ആ യേശുവിനെ കൊണ്ട് പെരുന്നാളിന് പോയി. തിരിച്ചു വരുമ്പോൾ പല ദിവസം വഴിദൂരം വന്നു കഴിഞ്ഞാണ് അറിയുന്നത് മകൻ കൂടെയില്ലെന്ന്. മറിയത്തെയും ജോസഫിനും ഇങ്ങനെ പ്രതീക്ഷിക്കാവുന്ന സ്വഭാവമാണോ? ഒരു ദിവസത്തെ വഴിദൂരം ഏതാണ്ട് 70 കിലോമീറ്റർ വരും. ഒരു ദിവസത്തെ വഴിദൂരം വന്നു കഴിഞ്ഞപ്പോഴാണ് മകൻ കൂടെയില്ലെന്ന്. നിങ്ങളും ചിന്തിച്ചാട്ടെ, 12 വയസ്സുള്ളൊരു മകൻ
20 മൈൽ നടന്നു കഴിഞ്ഞാണ് മകൻ കൂടെയില്ലെന്ന് അറിയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അക്ഷന്തവ്യമായ അശ്രദ്ധയാണത്. നമുക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതായത് എൻ്റെ മക്കൾ എന്നോടുകൂടെ ഉണ്ടോ, എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നുവോ, എൻ്റെ മക്കൾ എന്നോട് ചേർന്ന് നിൽക്കുന്നുവോ, അവർ ഇന്നും എൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണോ, അവൻ എൻ്റെ കൺവെട്ടത് തന്നെയാണോ, ഇപ്പോഴും എനിക്ക് അവരുടെ മേൽ സ്വാധീനമുണ്ടോ, എനിക്കവരെ നിയന്ത്രിക്കാൻ കഴിയുമോ, എനിക്കവരെ തിരുത്താൻ കഴിയുമോ, ഇത് നമ്മൾ ഉറപ്പുവരുത്തണം. എപ്പോഴും അവർ നമ്മോടുകൂടെ കാണപ്പെടണമെങ്കിൽ നാം അവരോടുകൂടെ ഉണ്ടെന്നുള്ളതായ ഉറപ്പ് അവർക്ക് നൽകണം. മക്കളുടെ ഉയർച്ചയിലും താഴ്ചയിലും വിജയത്തിലും പരാജയത്തിലും വേദനയിലും അവർ ഒറ്റപ്പെടുത്തപ്പെടുമ്പോഴും രോഗത്തിലും കൂടെ ഉണ്ടായിരിക്കണമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അത് നമ്മൾ അവർക്ക് കൊടുത്തിരിക്കും. അതുപോലെ തന്നെയാണ് മക്കൾക്ക് വരുന്ന തെറ്റുകളിൽ നാം പെരുമാറേണ്ടതായ വിധം. ശ്രദ്ധിക്കുക, മക്കൾക്ക് തെറ്റ് സംഭവിക്കുക. ഹെറിഡിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യ ഗുണം അടുത്ത തലമുറയിലേക്ക് പകരപ്പെടുന്നതാണ്. ഒരു നല്ല മനുഷ്യന് നല്ല ഗുണങ്ങൾ മക്കളിലേക്ക് ഉണ്ടാകും. ഈ പറഞ്ഞ പോലെ നന്നായി വളർത്തിയാലും ആ നിലയിൽ വരും. പക്ഷേ പാരമ്പര്യത്തിൽ തന്നെ വേരിയേഷൻ ഉണ്ട്. ഈ മൂന്നാർ മേഖലയിൽ വെളുത്ത കാട്ടുപോത്തുണ്ട്. കാട്ടുപോത്തിന്റെ നിറവും ഡിസൈനും എല്ലാം ഹെറിഡിറ്ററിയാണ്. പക്ഷേ ഏതോ ചില കാരണങ്ങളാൽ ജനിതക വൈകല്യ നിമിത്തം ഒരു കാട്ടുപോത്ത് വെളുത്ത. ഇതുപോലെയുള്ള വേരിയേഷൻ ആരുടെയും മക്കൾക്കുണ്ടാകാം. എത്ര ഉത്തമരും ആത്മീയരുമായി മാതാപിതാക്കളായിരുന്നാലും ശരി, നിങ്ങളുടെ പാരമ്പര്യത്തിനും സദ്ഗുണത്തിനും വ്യത്യാസമായ സ്വഭാവങ്ങൾ, അവസ്ഥ മക്കൾക്കുണ്ടാകാം. എത്ര നന്നായി വളർത്തിയാലും കണ്ണിൽ എണ്ണയും ഒഴിച്ച് നോക്കിയിരുന്നാലും വഴിതെറ്റിപ്പോകാം. കയ്യിലിരിക്കുന്നതായ അപ്പം കാക്ക കൊത്തിക്കൊണ്ട് പോകുന്നത് പോലെയാണ്. നമ്മൾ ആ സമയത്ത് അപ്സെറ്റായി പോയെന്ന് വരാം. ഇങ്ങനെയുള്ളതായ സന്ദർഭങ്ങളിൽ സ്വപ്നങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നത് കണ്ട് നിരാശയുടെ പടുകുഴിയിലേക്ക് നാം വീണുപോകാം. സ്വന്തം മക്കളോട് തന്നെ വെറുപ്പും പകയും ചിലപ്പോൾ പ്രതികാര ബുദ്ധിയും ഉണ്ടായെന്ന് വരാം. നമ്മുടെ ആകാശമുട്ടയുള്ള അന്തസ്സിനെ പാതാളത്തോളം അവർ ചവിട്ടിത്താഴ്ത്തുമ്പോൾ തലേവര എന്ന് പറഞ്ഞ് നിഷ്ക്രിയരായിരിക്കും. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എല്ലാം തീർന്നു എന്ന് പറഞ്ഞിരിക്കാൻ തോന്നലുണ്ടാകാം. പക്ഷേ അങ്ങനെ ചെയ്യേണ്ടതല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ മക്കൾ വഴിതെറ്റുമ്പോൾ നമുക്ക് ചിലത് ചെയ്യാനുണ്ട്. മാതാപിതാക്കൾ എന്ന റോളിന്റെ പ്രധാന ഭാഗം നിറവേറ്റേണ്ട സമയമാണ് മക്കൾ വഴിതെറ്റിപ്പോകുമ്പോൾ. ഇതുവരെ പരാമർശിച്ച സകല കാര്യങ്ങളെക്കാളും മർമ്മപ്രധാനമായ കാര്യം ചെയ്ത് അപ്പൻ അമ്മ എന്ന ആ സംജ്ഞയുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തി നിങ്ങളുടെ സകല വൈഭവവും സകല സദ്ഗുണങ്ങളും പുറത്തെടുക്കേണ്ട നിമിഷങ്ങളാണ് മക്കളുടെ വഴിതെറ്റൽ. ഒരു ശോഭിച്ച കടലാണ് സമർത്ഥനായ നാവികനെ സൃഷ്ടിക്കുന്നത്. അതായത് കാറ്റിലും തിരമാലയും പെട്ട ലക്ഷ്യവും നിയന്ത്രണവും നഷ്ടപ്പെട്ട കപ്പലിനെ ബോംബ് വെച്ച് തകർക്കുന്നവനല്ല യഥാർത്ഥ കപ്പിത്താൻ. യാത്രക്കാരെ സുരക്ഷിതമായി ശാന്തതീരത്ത് എത്തിക്കത്തക്കോണം പ്രക്ഷുബ്ധമായ സാഹചര്യത്തിലും കപ്പലിനെ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ ക്യാപ്റ്റൻ. ഇതിനൊക്കെ നിങ്ങൾ മനസ്സ് വെച്ചാൽ അതിന് വേണ്ടതായ ശക്തി, കൃപ ദൈവം തരും. നമ്മൾ അത് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അപ്പനും അമ്മയുമാകുന്നത്. മക്കൾ തെറ്റിപ്പോകുമ്പോൾ തിരുത്തിയെടുക്കുന്നതിന് ആദ്യം വേണ്ടത് സമചിത്തതയാണ്. ഇനി എന്താ ചെയ്യേണ്ടത്, എല്ലാം പോയേ എന്ന് പറയുന്നതല്ല. ആദ്യം ഒരു സമചിത്തത. നമ്മുടെ വികാരത്തെ വിവേകം കീഴ്പ്പെടുത്തണം. രണ്ടാമത് മാതാപിതാക്കളുടെ തികഞ്ഞ ഐക്യതയും കൂട്ടായ ശ്രമം വേണം, ടീം വർക്ക്. അല്ലാതെ ഒരു തെറ്റ് വരുമ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ നീയാടി അവളെ കളഞ്ഞത് എന്ന് ഭർത്താവ്. ഭാര്യയോ ഈ കർത്ത സമയത്ത് ഒരു ഭാര്യ പറഞ്ഞതാ, അങ്ങേരാണ് എൻ്റെ മോനെ നശിപ്പിച്ചത്, അങ്ങേര് പേക്ഷിയെന്ന് അവൻ ആവശ്യപ്പെടുന്ന എല്ലാം കൊടുക്കും, അങ്ങനെ അവൻ നശിച്ചു പോയത്. ഒരിക്കലും ഈ സമയത്തിലല്ല അത് പറയേണ്ടത്. മക്കൾ തെറ്റിപ്പോകുമ്പോൾ അപ്പനും അമ്മയും പരസ്പരം പരിചാഴികയല്ല വേണ്ടത്. ഈ വിഷയത്തിൽ തികഞ്ഞ ഐക്യതയും കൂട്ടായ ശ്രമവുമാണ് അവരെ വീണ്ടെടുക്കുന്നതിന് ആവശ്യമായത്. ആദ്യം നൽകേണ്ട മരുന്ന് നിരുപാധികമായ സ്നേഹം, അൺകണ്ടീഷണൽ ലവ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു മനുഷ്യന്റെ ചങ്കിൽ ഒരു കമ്പി കുത്തിക്കയറി. ഈ സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ ചെന്നാൽ ഡോക്ടർ ആദ്യം എന്താണ് ചെയ്യുന്നത്? ഒരു കൊട്ടുവിടെടുത്ത് തലക്കടിച്ചിട്ട്, എടാ കമ്പി ചങ്കി കയറി, നിനക്ക് സൂക്ഷിക്കണ്ടായോ
അങ്ങനെ പറയുമോ? ഇല്ല. ആ ഡോക്ടർ ആദ്യം ചെയ്യുന്നത് അവൻ്റെ അതിവേദനയ്ക്കൊരു ആശ്വാസം വരുവാൻ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ്, അല്ലേ? അത് ആശ്വാസമുള്ളൊരു മരുന്നാണ്. ഈ ആശ്വാസത്തിന് മരുന്നിനെയാണ് നിരുപാധിക സ്നേഹം. ഒരു വ്യവസ്ഥയുമില്ലാതെ മക്കൾക്ക് കൊടുക്കേണ്ടതായ സ്നേഹം. അടുത്തതായിട്ട് ഡോക്ടർ എന്ത് ചെയ്യും? വിശദമായൊരു പരിശോധന നടത്തും. മൂന്നാമത് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കും. ഡോക്ടർ ഇങ്ങനെ പറയും, ഏതായാലും ഇപ്പോഴെങ്ങനെ വന്നതുകൊണ്ട് രക്ഷയായി, അല്പം കൂടെ കഴിഞ്ഞെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കഴിവത് ചെയ്യാം, ശാന്തമായിരിക്കും, എല്ലാം നേരെയാകും. ഇതായിരിക്കും ഡോക്ടർ പറയുന്നത്. ഇതുപോലെ വേണം. നിങ്ങളുടെ മക്കൾ തെറ്റിപ്പോയാൽ നിങ്ങളൊരു വിധി കൽപ്പിക്കുകയല്ല വേണ്ടത്. പിന്നെയോ നിങ്ങൾ അവരെ ആദ്യം ഒരു വ്യവസ്ഥയില്ലാത്ത സ്നേഹം കൊടുക്കുക, കൊടുത്തിട്ട് ആശ്വാസത്തിന് മരുന്ന് പോലെ തന്നെ. രണ്ടാമത് എങ്ങനെ ഈ വിഷയത്തിൽ ആയിപ്പോയി എന്ന ഒരു പരിശോധന നടത്തുക. ഒരു ഡോക്ടർ അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ വ്യക്തിയെ രക്ഷപ്പെടുത്തുവാനായി ഈ ചങ്കിൽ കയറിക്കൊണ്ടിരിക്കുന്നതായ കമ്പി പുറത്തെടുക്കുവാൻ വീണ്ടും കീറിമുറിക്കേണ്ടി വരും, സർജറി. അതും വേദന ഉളവാകുന്നതാണ്. ചിലവ് ഉണ്ടായ മുറിവിനേക്കാൾ അല്പം കൂടെ വലിയ മുറിവുണ്ടാക്കേണ്ടി വരും. എങ്കിലും ആ ഡോക്ടർ ആ രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കും. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, ഒരു സർജറി. നിങ്ങൾക്ക് മനസ്സാണെങ്കിൽ അതിന് ബുദ്ധിമുട്ട് താങ്ങാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതിന് ചിലവ് കഴിയും, ഞാൻ ചെയ്യാം, നിങ്ങൾ രക്ഷപ്പെടുത്താം. ഇതുപോലെ മക്കളെ തിരുത്തിയെടുക്കുവാൻ അനിവാര്യമായ ചില നടപടികൾ വേണ്ടി വരും. അത് മക്കളോട് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവിടെ സമ്മതത്തോടെ ചെയ്യുക. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇന്നതുപോലെ ചെയ്യാൻ പോവുകയാണ്, നീ വഴങ്ങണം. നിന്നെ വിടുവിച്ചെടുക്കാൻ ഞാൻ ഇന്ന കാര്യം എടുക്കാൻ ചെയ്യാൻ പോവുകയാണ്, നീ അതിനോട് സഹകരിക്കണം എന്ന് പറഞ്ഞ് അവർ സമ്മതത്തോടെ ജീവനെ രക്ഷിച്ചെടുക്കുന്നവരായി തീരണം. കഷ്ടപ്പാടും സ്നേഹവും മറന്ന് നന്ദികെട്ടവരായി മക്കൾ തീർന്നതായ സാഹചര്യം വരും. ചിലപ്പോൾ മക്കൾക്ക് അമ്മയപ്പന്മാർ വേണ്ടാത്തവർ എന്നതിൽ എത്തിച്ചേർന്ന് വന്നേക്കാം. കഷ്ടപ്പാടിന്റെ കണക്ക് നമ്മൾ അവിടെ മുമ്പ് അവതരിപ്പിച്ച് നിനക്കെന്നെ ഇപ്പോൾ വേണ്ടല്ലോ, ഞാൻ നിനക്ക് എന്ത് കഷ്ടപ്പെട്ടാന്നറിയാമോ എന്നൊന്നും ആ മക്കളുടെ മുൻപാകെ കണക്ക് അവതരിപ്പിക്കാൻ പോയിട്ട് യാതൊരു കാര്യവുമില്ല. എല്ലാം കണക്കുകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഇങ്ങനൊരു അവസ്ഥയിൽ കൂടെ വരുമ്പോൾ, മക്കൾക്ക് വേണ്ടാന്ന നിലയിൽ വരുമ്പോൾ ദൈവത്തോടുകൂടെ നടക്കുവാൻ നമ്മൾ സമയം എടുക്കുക. ആ ഭാരവും പേറി നടന്ന് തളർന്നു പോകരുത്, നിരാശപ്പെടരുത്. വേണ്ട എന്ന് തോന്നിയ മക്കളെക്കുറിച്ച് ഒരിക്കലും അവരോട് ഇവരോടും കുറ്റം പറഞ്ഞ് നടക്കരുത്. അവർ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതും അവർ ചെയ്യാത്തതുമായ കാര്യം ചെയ്യുന്നുണ്ടെന്നേ മറ്റുള്ളവരോട് പറയാവൂ. 11 മണിയാവണം ഒരു ചായ കിട്ടാൻ, അതുവരെ നോക്കിയിരിക്കണമെന്നിരിക്കട്ടെ. രാവിലെ തണുപ്പത്ത് 7 മണിക്ക് ഒരു കട്ടൻ കാപ്പി തന്നെങ്കിൽ പക്ഷെ തരുന്നില്ല. പക്ഷെ വേറെ ആളോടും ഈ വയസ്സാങ്കാലത്തിന് കട്ടൻ കാപ്പി പോലും രാവിലെ തരുന്നില്ല എന്ന് പറയാതെ നിങ്ങൾ അന്യരെ കാണുമ്പോൾ പറയുക, എന്നെ മക്കൾ എന്നെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് അവരുടെ ചെവിയിൽ ചെല്ലുകയും അങ്ങനെയെങ്കിലും അവരുടെ മനസ്സിന് ഒരു മാറ്റം വരികയും ചെയ്യും. നമ്മളങ്ങനെ മനഃപൂർവ്വം അവരെക്കുറിച്ച് നന്മ പറയുക, ഉള്ള അവസ്ഥയിൽ തൃപ്തിപ്പെടുവാൻ കൃപ ദൈവത്തിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുക. ആ മക്കളെ ശപിക്കുകയോ ചെയ്യാതെ അവരോട് ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. മക്കൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത നിസ്വാർത്ഥമായ സേവനത്തിന് ദൈവം പ്രതിഫലം തരും എന്ന നിലയിൽ ക്ഷമയോടെ കാത്തിരുന്ന സമാധാനത്തോടെ ഒരു യാത്രയ്ക്ക് ഒരുങ്ങണം. അതാണ് ചെയ്യേണ്ടത്. മക്കൾ തെറ്റിപ്പോയാൽ ആദ്യം വേണ്ട സമചിത്തത, അടുത്തത് സ്നേഹം. ഇതാണ് ആവശ്യം. ചിലപ്പോൾ അവര് നല്ലവരായിരിക്കുമ്പോഴും തെറ്റിപ്പോയപ്പോഴും അവർ ഒരുപോലെ സ്നേഹിക്കുന്ന ഹൃദയം ഉണ്ടാകണം. ചിലരൊക്കെ മക്കൾ നന്നായിരിക്കുമ്പോൾ സ്നേഹം കൊണ്ട് തെറ്റിപ്പോയാൽ പിന്നെ കണ്ണിനെ കണ്ടുകൂടാ, നീ എൻ്റെ മകനല്ല, എന്നെ മകളല്ല, എൻ്റെ വീട്ടിൽ കയറണ്ട, നിനക്ക് ഒന്നും തരത്തില്ല, എവിടെയെങ്കിലും വയ്ക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല, അവരെ നല്ലവരായിരുന്നപ്പോൾ സ്നേഹിച്ചതുപോലെ അവർ തെറ്റിപ്പോയപ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കണം. നല്ലവരായിരുന്നപ്പോൾ അവിടെ അപ്പനും അമ്മയും ആയിരുന്നതുപോലെ തെറ്റിപ്പോയപ്പോഴും നമ്മൾ അപ്പനന്മാരാണെന്നുള്ളത് ബോധം നമുക്കുണ്ടാകണം. ആ മനോഭാവമായിരിക്കണം നമ്മുടെ മാനദണ്ഡം. അതിന് പകരമായി അനുസരണം കെട്ടവളെ, നിനക്കിത് വരേണ്ടതാ, നിന്റെ അഹങ്കാരം കൊണ്ടാടാ നീ ഇങ്ങനെ വന്നത് എന്ന് പറയുകയല്ല വേണ്ടത്. നമ്മൾ അവരെ തെറ്റിതിരുത്തി മടക്കി വരുത്താനുള്ള വഴി കൊട്ടിയടക്കരുത്. തെറ്റിനെ നമ്മൾ വെറുക്കുന്നുണ്ടായിരുന്നേക്കാം,
അതിനെ അംഗീകരിക്കുന്നില്ലെന്ന് വരെങ്കിലും തെറ്റ് ചെയ്തു പോയ കുട്ടിയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അവിടെ പ്രവൃത്തി അംഗീകരിക്കുന്നില്ല, പക്ഷേ അവരെ നാം അംഗീകരിക്കുന്നു. നീ തെറ്റ് തിരുത്തിയാൽ നിന്നെ ഞാൻ സ്വീകരിക്കാം എന്നുള്ള സന്ദേശം നമ്മുടെ മക്കൾ നമ്മൾ കൊടുക്കണം. അങ്ങനെ മാത്രമേ അവരെ വല്ല വിധേനയും നേടിയെടുക്കാൻ കഴിയുള്ളൂ. എൻ്റെ മക്കൾക്ക് എവിടെയാണ് പാളിച്ച വന്നത്, അവരോടുള്ള ബന്ധത്തിൽ എനിക്ക് പാളിച്ച വന്നോ എന്ന് കണ്ടെത്തി നമ്മൾ അതിനെ പരിഹരിക്കുവാനുള്ള നിർദ്ദേശം സ്വയം നൽകുകയും പാളിച്ചകൾ വന്ന മക്കൾക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുകയും ചെയ്യണം. വഴിതെറ്റുന്നവരുടെ തെറ്റിക്കുന്നവരുടെ വലയിൽ അവർ വീണുപോയിരിക്കാം. നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് എൻ്റെ മകൻ അങ്ങനെ പോയത്, എന്തുകൊണ്ടാണ് എൻ്റെ മകൾ അങ്ങനെ തെറ്റിയത്? ഞാൻ അവർക്ക് കൊടുക്കുന്നതിനേക്കാൾ അധികം സ്നേഹം എന്തായാലും അവരിൽ നിന്ന് കിട്ടുന്നു എന്ന് അവർക്ക് തോന്നിയതുകൊണ്ടാകുമല്ലോ, അല്ലെങ്കിൽ ആരും പോകത്തില്ലല്ലോ. അവിടെ എവിടെയാണ് തെറ്റിയത്? അപ്പനും അമ്മയായി ഞാൻ കൊടുക്കുന്ന സ്നേഹത്തേക്കാൾ, ഇത്രയും വളർത്തിയതായി ഞാൻ കൊടുത്ത സ്നേഹത്തേക്കാൾ അധികം സ്നേഹം ഏതോ ഒരു ദിവസം 3 ദിവസം പരിചയപ്പെട്ട 6 മാസം കൂടെ ജോലി ചെയ്ത ഒരു സുഹൃത്ത് കൊടുക്കുന്നു എന്നൊരു തോന്നൽ വന്നല്ലോ. അത് എന്തുകൊണ്ട് നാം കണ്ടുപിടിക്കണം. നൊന്ത് പ്രസവിച്ച് ഇത്രയും വളർത്തി പഠിപ്പിച്ച് കഷ്ടപ്പെട്ടതായ ഈ മകൻ, ഞാൻ വിവാഹം കഴിക്കട്ടെ മമ്മി പപ്പ എന്ന് ഒരു വാക്ക് ചോദിക്കാതെ ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നെങ്കിൽ, ഇത്രയും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്ത് വളർത്തിക്കൊണ്ടതായ പെൺകുട്ടി ഒരു വാക്ക് പോലും നമ്മളോട് പറയാതെ പെട്ടെന്നൊരു നാളിൽ ഒരു പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നെങ്കിൽ സ്വയം ചിന്തിക്കണം, എനിക്ക് എവിടെങ്കിലും തെറ്റിയോ? തെറ്റുകാരായിരിക്കണമെന്നില്ല, എങ്കിലും ശോധന ചെയ്യണം. എന്നെക്കാൾ അധികം സ്നേഹം അവർ കൊടുക്കുന്നൊരു തോന്നൽ എങ്ങനെ സംഭവിച്ചു? എൻ്റെ സ്നേഹത്തിന് കുറവുണ്ടെന്നൊരു തോന്നൽ വന്നില്ലേ? അതിന് നമ്മൾ തിരുത്തണം. കാരണം സ്നേഹം എങ്ങോട്ട് കൂടുതലും അങ്ങോട്ട് ചായി. നിങ്ങൾക്കറിയാം, ഒരു ത്രാസിൻ്റെ ഒരു തട്ട്, ത്രാസിൻ്റെ ഈ തട്ടിൽ ഇവിടെ ഒരു കട്ടിയിരിക്കുന്നു, ഇവിടെ ഒരു സാധനം ഇരിക്കുന്നു. ഈ സാധനം ഇവിടെ ഈ ഭാഗം ഉയർന്നിരിക്കുക. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ 1 കിലോ കട്ടി, ഇവിടെ ഇരിക്കുന്ന സാധനം 600 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ 1 കിലോ കട്ടിയുള്ള ഭാഗം താണും, അതിനേക്കാൾ ഭാരം കുറഞ്ഞത് പൊങ്ങി നിൽക്കുക. അവസാനം ഈ ഭാഗം പൊക്കാനുള്ള മാർഗം എന്തുവാ? ഇവിടെ 1.5 കിലോ സാധനം വയ്ക്കുക. അപ്പോൾ 1 കിലോ കട്ടിയുടെ ത്രാസ് തനിയെ പൊങ്ങിക്കോളും. നിങ്ങളുടെ മക്കൾക്ക് അന്യർ കൊടുത്തതിനേക്കാൾ അധികം സ്നേഹവും കരുതലും തെറ്റിപ്പോയ വിശേഷമെങ്കിലും കൊടുക്കാമെങ്കിൽ നമുക്കവരെ വീണ്ടെടുത്തുകൊണ്ട് വരാനായിട്ട് കഴിയും. സ്നേഹത്താൽ, ക്ഷമയാൽ, ദീർഘക്ഷമയാൽ, സഹിഷ്ണുതയാൽ, ദീർഘവീക്ഷണത്തിനല്ലാതെ നമുക്ക് അവരെ രക്ഷപ്പെടുത്താവതല്ല. വിധിച്ചു തള്ളാൻ എളുപ്പമുണ്ട്. മദർ തെരേസ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മറ്റുള്ളവരെ വിധിക്കുവാൻ നടന്നാൽ നിങ്ങൾക്കവരെ സ്നേഹിക്കുവാൻ സമയം കിട്ടില്ല എന്ന്. വിധിക്കുകയല്ല, പിന്നെയോ സമചിത്തതയോടെ പരിഹരിച്ച് നേടിയെടുക്കാൻ ശ്രമിക്കണം. തെറ്റുകാരെ ലോകം കൈവിടും, ഒറ്റപ്പെടുത്തും. അതിൻ്റെ കൂടെ അപ്പനും അമ്മയും കൂടെ കൈവിട്ടാൽ പിന്നെ അവരെ ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയാത്തതുപോലെ നഷ്ടപ്പെടും. മനുഷ്യർക്ക് നഷ്ടപ്പെടും, ദൈവത്തിനും നഷ്ടപ്പെടും. അതുകൊണ്ട് മക്കൾ വഴിതെറ്റിയാൽ വീണ്ടെടുക്കുന്നതിനും അവർ തെറ്റിലകപ്പെടാതിരിക്കുന്നതിനും പ്രധാനമായി നമുക്ക് വേണ്ടുന്നത് മക്കളുമായി അമ്മയപ്പന്മാർക്ക് ഒരു ഊഷ്മളമായ ബന്ധം ഉണ്ടായിരിക്കണം. അതായത് ഒരു 12 വയസ്സ് കഴിഞ്ഞാൽ അമ്മ മകൾക്ക് ഒരു ഉത്തമ സുഹൃത്തായിരിക്കണം. ഒരപ്പൻ മകന് ഒരു നല്ല സുഹൃത്തായിരിക്കണം. 12 വയസ്സ് വരെ ചെറുപ്രായത്തിൽ നമ്മളെ ശാസിക്കുകയോ അല്പം ഒന്ന് ശിക്ഷിക്കുകയോ കണ്ണുരുട്ടുകയോ ഇത്തിരി ഗൗരവമായി നടത്തുകയോ ചെയ്തെന്ന് വന്നേക്കാം. 10-12 വയസ്സ് കഴിഞ്ഞാൽ ഒരമ്മ മകൾക്ക് ഒരു ഉത്തമ സുഹൃത്തായിരിക്കണം, അപ്പൻ മകനും. എന്തുകൊണ്ടെന്നാൽ അവരുടെ അഭിപ്രായങ്ങൾ, ആവശ്യങ്ങൾ നമ്മളോട് തുറന്നു പറയാനുള്ളതുമായ സ്വാതന്ത്ര്യം അവർക്ക് നമ്മൾ കൊടുത്തിരിക്കണം. നമ്മളോട് അവരുടെ വിഷയങ്ങൾ തുറന്നു പറയാൻ സ്വാതന്ത്ര്യം ഇല്ലാതെ ഇരുന്നാൽ, ഭയം കൂടാതെ ആശയവിനിമയം ഇല്ലാതിരുന്നാൽ ആരംഭത്തിലെ അറിഞ്ഞാൽ പരിഹരിക്കാവുന്ന വിഷയങ്ങൾ വൻ പ്രശ്നങ്ങളായിട്ട് മാറും. ചില അപ്പനമ്മമാർ ചില വിഷയം വരും പറയണം, അയ്യോ ഇത് ഞാൻ തുടക്കത്തിലേ അറിഞ്ഞെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ തടഞ്ഞേനെന്ന്. എന്തുകൊണ്ട് തുടക്കത്തിൽ അറിഞ്ഞില്ല? എന്തുകൊണ്ട് സൂചന കിട്ടിയില്ല? ജീവിതത്തിൽ സംഭവിക്കുന്ന നന്മ തിന്മകൾ, ഉയർച്ചകൾ താഴ്ചകൾ, പരാജയങ്ങൾ വിജയങ്ങൾ, അനുകൂല
ആ പെരുമാറ്റം, പ്രതികൂല പെരുമാറ്റം, ഇത് നമ്മളോട് തുറന്നു പറയത്തക്ക സ്വാതന്ത്ര്യം കൊടുത്തില്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നു, ഞാൻ ആദ്യം ഇത് അറിഞ്ഞെങ്കിൽ എന്ന് പറയുന്നതിന് പകരം അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ അവരുമായി ഊഷ്മളമായ ബന്ധമുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവരുടെ ശരീരത്തിൽ ആരെങ്കിലും സ്പർശിച്ചാൽ തുറന്ന് പറയണമെന്ന് പെൺമക്കളെ അമ്മമാർ നന്നായി പഠിപ്പിച്ചിരിക്കണം. എത്ര വയസ്സ് മുതലാണെന്നറിയാമോ? ഏറ്റവും കുറഞ്ഞൊരു 3 വയസ്സിനാകും പഠിപ്പിച്ചിരിക്കണം. അതാണ് ഇന്നത്തെ കാലം. അങ്ങനെ തുറന്നു പറയാൻ പഠിപ്പിക്കുകയും കുറഞ്ഞപക്ഷം ഒരു മകളോട് അമ്മയ്ക്കെങ്കിലും അങ്ങനെ ഒരു ബന്ധം ഇല്ലാതിരുന്നാൽ ആ കുട്ടി അകന്നകന്നകന്ന വലിയ ഗർത്തത്തിൽപ്പെട്ടാൽ പോലും നമ്മൾ അറിഞ്ഞില്ല എന്ന് വരും. മാത്രമല്ല, ഏത് വിഷയത്തിലും കുട്ടികൾ ഇപ്പോൾ കളിക്കുന്നിടത്ത് വീണ് ഒരു ഗുരുതരമായി പരിക്കേറ്റു, ക്ഷതം പറ്റിയെന്നിരിക്കട്ടെ, വീട്ടിൽ പറഞ്ഞാൽ അപ്പൻ തല്ലും, നെഞ്ചു പിടിച്ച് വീണു, വീട്ടിൽ പറയാമെങ്കിൽ അപ്പൻ കൊല്ലും, മുന്നുണ്ട് നെഞ്ചു തിരുമങ്ങ് നടക്കുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രയാസം ഉണ്ടായി, നേരത്തെ പറഞ്ഞെങ്കിൽ ചെറിയ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റിലൂടെ പരിഹരിക്കാം. പറയാതിരിക്കുന്നതിനാൽ മറച്ചുവെച്ച് വളർന്ന ഒരു പ്രായം കഴിയുമ്പോൾ അവർ വികലാംഗരോ സ്ഥിരം രോഗികളോ ആയി പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും കാര്യം അറിയാതെ പോയി വൻപ്രശ്നമായി തീരാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ അറിയത്തക്കവണ്ണം അവരോട് നമുക്ക് നല്ല ബന്ധമുണ്ടായിരിക്കണം. എൻ്റെ മകൾക്ക്, എൻ്റെ മകന് എന്ത് സംഭവിച്ചാലും ഞാൻ കൂടെ കാണുമെന്ന് നമ്മളുടെ മുഖത്ത് നോക്കി തറപ്പിച്ച് പറയണം, വിശ്വാസം വരുമാറ് പറയണം. എൻ്റെ മകളെ, നിനക്ക് എന്ത് സംഭവിച്ചാലും, നീ എത്ര വന്നബദ്ധം ചെയ്താലും മമ്മി നിന്റെ കൂടെ കാണും. മോനെ, നിനക്ക് എന്ത് സംഭവിച്ചാലും അപ്പോഴോട് തുറന്നു പറയണം, കൂടെ കാണും എന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞ് അവിടെ വിശ്വാസം ആർജിച്ചെടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് ഒന്നും മറച്ചു വയ്ക്കുകയില്ല. നമുക്ക് ആ ആത്മവിശ്വാസം അവർക്ക് നൽകും, മനസ്സടുപ്പ് നൽകും. അതുകൊണ്ട് നമുക്കത് വീണ്ടെടുക്കാൻ കഴിയും. ഇനി ഒരു പ്രധാന വിഷയം പറയുന്നു. എല്ലാ മനുഷ്യർക്കും, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു മെന്റർ ഉണ്ടായിരിക്കണം. മെന്റർ മീൻസ് ഒരു ഉപദേഷ്ടാവ്, സ്വാധീനമുള്ളൊരു ഉപദേഷ്ടാവ്. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും തിന്മയിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ചരട് ഒരാളേക്ക് കൊടുക്കണം. ഇതില്ലാതെ പോയാൽ ദോഷമാണ്. ഉദാഹരണം, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് അവസാന വാക്ക് പറയാൻ ഒരാൾ നിങ്ങൾ കണ്ടെത്തണം. അതൊരു നിങ്ങളുടെ ബന്ധുക്കളാകാം, ഗുരുക്കന്മാരാകാം, ശുശ്രൂഷകരാകാം, ആരുമാകാം. ആ ഒരു വ്യക്തിയെ മുൻനിർത്തി നിങ്ങൾ കുടുംബത്തിൽ ഏത് വിഷയത്തിൽ തീരുമാനിച്ചാലും ഏറ്റവും ഉള്ള വ്യക്തിയെ വിളിച്ച് ചോദിക്കുക. അവർ നോ എന്ന് പറഞ്ഞാൽ വേണ്ടേ വേണ്ട, യെസ് എന്ന് പറഞ്ഞാൽ ചെയ്യുക. അങ്ങനെ നിങ്ങൾ വളർന്നാൽ നിങ്ങളുടെ മക്കളെ എങ്ങനെ പരിചയപ്പെടുത്താൻ കഴിയും? അതുകൊണ്ട് ഗുണമെന്താണെന്നറിയാമോ? നിങ്ങളുടെ മക്കൾ ഒരു വിഷയത്തിൽ അരുതാത്തൊരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. സപ്പോസ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആ വിദേശത്ത് പോകുകയാണ്. അത് പോയാൽ കുഞ്ഞിന് ദോഷമാണെന്ന് നമുക്കറിയാം. പക്ഷേ നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, കൂട്ടുകാർ പറഞ്ഞ് കേൾക്കുന്നു, ആരും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഒരു ഉപദേഷ്ടാവിനെ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ പറയുക, നമുക്ക് പപ്പായും മമ്മിയെയും രക്ഷയിലേക്ക് കൊണ്ടുവന്ന ഒരു പാസ്റ്ററുണ്ട്. ഏത് കാര്യവും അദ്ദേഹത്തെ വിളിച്ചു പോയി, അദ്ദേഹം പോകാൻ പറഞ്ഞാൽ മോൻ പൊയ്ക്കോ, അല്ലെങ്കിൽ വേണ്ട. നിങ്ങൾ തന്നെ അങ്ങനെ പലപ്പോഴും വിളിക്കുകയും ബന്ധപ്പെടുകയും പ്രാർത്ഥിപ്പിക്കുകയും ഉപദേശം വാങ്ങുകയും ചെയ്ത ശീലമുണ്ടെങ്കിലേ കീഴ്പ്പെടും. ലാസ്റ്റ് ആ വ്യക്തിയെ വിളിച്ചു ചോദിച്ച്, മോനെ ഇത് നന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പോകണ്ടെന്ന് പറഞ്ഞാൽ കീഴ്പ്പെടും. അങ്ങനെ ഒരാൾ ഇല്ലാതെ പോയാൽ എങ്ങനെ അവരെ നാം അവസാനമായി രക്ഷിച്ചെടുക്കുന്ന എൻ്റെ ചോദ്യം. എല്ലാ മനുഷ്യർക്കും ഒരു ഉപദേശകൻ ഉണ്ടായിരിക്കണം. അത് നിങ്ങളെ നന്നായി അറിയാവുന്ന, മക്കളെ നന്നായി അറിയാവുന്ന, സാഹചര്യം അറിയാവുന്ന, സ്വഭാവം നിങ്ങളുടെ ബലവും ബലഹീനത അറിയാവുന്ന, പോഷത്വവും ജ്ഞാനവും അറിയാവുന്ന, നിങ്ങൾക്ക് ശരിയായ ഉപദേശം കൊടുക്കാൻ പ്രാപ്തനായ, നിങ്ങൾ പങ്കിടുന്ന വിഷയങ്ങൾ പുറത്തുവിടാതെ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്ന, ആത്മീകനായ, വിവേകമുള്ള, പരിജ്ഞാനമുള്ള ഒരു വ്യക്തിയായിരിക്കണം. അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി പരീക്ഷിച്ച് ഉറപ്പുവരുത്തി അങ്ങനെ ഒരാളെ നിങ്ങളുടെ ഒരു ഉപദേഷ്ടാവായി, മെന്ററായിട്ട് നിങ്ങൾ സ്വീകരിക്കണം.
നിങ്ങളുടെ മക്കൾക്കും അതുണ്ടായിരിക്കണം. എപ്പോഴും ഇവരോട് പറയണം, ഈ കാര്യമോ, എന്ത് വിഷയം പഠിക്കണം, അത് ഞാൻ അതിന് പഠിക്കാൻ പോവാ, ഇതിന് പഠിക്കാൻ പോവാ, എൻ്റെ കൂട്ടുകാരൻ അങ്ങനെ പോവുക, കൂട്ടുകാരിങ്ങനെ പോവുക. ശരി മോനെ, നല്ലതാ, അങ്ങനെ നല്ലതാ, അത് നല്ലതാണ് എന്നതാണ്. പിന്നെ ഒരു കാര്യം, നമുക്ക് ഇന്നാരോട് ചോദിച്ചിട്ട് അവർ പറയുന്നെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് കുട്ടി തെറ്റിലേക്ക് പോകും മുമ്പ് അവരെ തിരുത്താൻ ഒരു വ്യക്തിയെ വളർത്തിയെടുക്കണം എന്നുള്ളതാണ്. അത് മുതിർന്നവർക്കും ആവശ്യം, കുഞ്ഞുങ്ങൾക്കും ആവശ്യം. ഒടുവിലായിട്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നത് മക്കളെ ലക്ഷ്യത്തോടെ വളർത്തേണ്ട ആവശ്യകതയെ സംബന്ധിച്ചാണ്. ഒരു പ്രത്യേക ലക്ഷ്യം വെച്ച് മക്കളെ വളർത്തിയെടുക്കണം. എഞ്ചിനീയർ പഠിപ്പിച്ചാൽ എഞ്ചിനീയർ ആകും, മെഡിസിൻ പഠിപ്പിച്ചാൽ ഡോക്ടർ ആകും, നഴ്സിംഗ് പഠിപ്പിച്ചാൽ നേഴ്സാകും, TTCയോ BEd പഠിപ്പിച്ചാൽ ഒരു ടീച്ചറാകും. പക്ഷേ ഒരു നല്ല കുടുംബനാഥനോ കുടുംബനായികയോ ആകണമെന്നില്ല. ഒരു നല്ല സഹോദരൻ, നല്ല സഹോദരി, ഒരു നല്ല അപ്പൻ, നല്ല ഉത്തമനായ ഒരു ഭർത്താവ്, ഉത്തമയായ ഒരു ഭാര്യ, ഇങ്ങനെയായി തീർന്നെങ്കിൽ മാത്രമേ ജീവിതം വിജയമായി തീരുകയുള്ളൂ. ഇതിനുള്ള പരിശീലനം കുടുംബത്തിൽ നിന്നാണ് ലഭിക്കേണ്ടത്. ഇതിനെ കുടുംബ കോഴ്സ് എന്ന് പറയും. ഉദാഹരണം, പരസ്പര സ്നേഹവും പരസ്പര ബഹുമാനം പുലർത്തുന്ന ദമ്പതികളുണ്ടായിരുന്നു. അവർക്ക് LKG പഠിക്കുന്ന ഒരു മകളുണ്ടായിരുന്നു. ഒരു നാള് മകള് മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്ക് കല്യാണം കഴിക്കണം. LKG പഠിക്കുന്ന മോളാ. മമ്മി ചോദിച്ചു, ശരി മോളെ, ആരെയാണ് കല്യാണം കഴിക്കുന്നത്? മമ്മിയുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, മമ്മിയെ. ബാലിശ്യം തോന്നാം. ഇതിലടങ്ങിയിരിക്കുന്നതായ ആ വിഷയം എന്താണെന്നറിയാമോ? അവളുടെ റോൾ മോഡൽ അവളുടെ അമ്മയാണ്. ഒരു ഭാവി വധു എൻ്റെ മമ്മിയെപ്പോലെ ആയിരിക്കണമെന്ന് നിങ്ങളുടെ മകനും, എൻ്റെ ഭാവി വരൻ എൻ്റെ പപ്പയെപ്പോലെ ആയിരിക്കണമെന്ന് നിങ്ങളുടെ മകളും പറയുവാൻ ഇടയാകുന്നെങ്കിൽ നിങ്ങൾ വിജയിച്ചു. ഒരിക്കൽ കൂടെ പറയാം, നിങ്ങളുടെ സമ്പൂർണമായ മാതൃകയാണ് മക്കളുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഒരു അപ്പനെന്ന നിലയിൽ, ഒരു ഭർത്താവെന്ന നിലയിൽ, കുടുംബനാഥനെന്ന നിലയിൽ നിങ്ങൾ സ്തുത്യർഹമായി മാതൃക കാണിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഒരു മകൾ ഉള്ളിൽ ചിന്തിക്കും, ഞാൻ പ്രായമായി വിവാഹം കഴിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഭർത്താവ് എൻ്റെ പപ്പയെ പോലെ ഒരാളായിരിക്കും. അങ്ങനെ പറയിപ്പിക്കത്തക്കവണ്ണം നിങ്ങൾക്ക് ജീവിക്കുവാനും വളർത്താനും കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു. ഒരു പെൺകുട്ടിയോ ഒരു മകനോ ഉള്ളിൽ ചിന്തിക്കുക, ഞാൻ പ്രായമാകുമ്പോൾ വിവാഹം കഴിക്കുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ മമ്മിയെ പോലുള്ളൊരു സ്ത്രീയായിരിക്കും. ആ സ്വഭാവങ്ങൾ ഓരോന്നും മനസ്സിൽ താലോലിച്ച് അങ്ങനെ പറയാൻ മക്കൾക്ക്, മകനോ മകൾക്കോ ഇടയാകുന്നെങ്കിൽ നിങ്ങളുടെ രക്ഷകർത്തൃത്വത്തിൽ, പേരന്റിങ്ങിൽ വിജയം വരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം.